പള്ളിപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ഭാഗവതോത്തംസം ശിവ ആഗമ ചൂടാമണി അഡ്വക്കേറ്റ് രാമനാഥ് സാറ് ആധ്യാത്മിക ജീവിതം തുടങ്ങിയ അതിപുണ്യ പുരാതനമായിരിക്കുന്ന സന്താനഗോപാലമൂർത്തിയുടെ ഈ പുണ്യ ക്ഷേത്രത്തിൽ നമ്മൾ വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ഇത്തവണയും നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി തുടങ്ങി വെച്ചു. കലിയുഗത്തിലെ ഭൗതിക ദുഃഖങ്ങളിൽപ്പെട്ടുഴലുന്ന ജനങ്ങളുടെ സംസാര ദുഃഖത്തെ തീർക്കുവാനായിട്ട് വ്യാസഭഗവാൻ ശുഖബ്രഹ്മർഷിയിലൂടെ നമുക്ക് നൽകിയ ശ്രീമദ് ഭാഗവതം പുരാണ തിലകം എന്ന് പറയുമ്പോൾ തന്നെ അത് പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശ്രീമദ് ഭാഗവതം ജ്ഞാന വൈരാഗ്യ സംയുക്തമായിരിക്കുന്ന ഒരു ജീവിതശൈലി നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധ്യതമാക്കിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇത്തവണയും ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിലേക്ക് നമ്മുടെ പൂർവ്വപുണ്യം കൊണ്ട് അതിൻ്റെ മുൻപിലേക്ക് എത്തിച്ചേരുവാനും അത്തരത്തിൽ ശ്രീമദ് ഭാഗവതത്തെ കഥാതലത്തിലും ആധ്യാത്മിക തലത്തിലും ഭൗതിക തലത്തിലും ആസ്വദിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. ഭഗവാൻ എല്ലാ സജ്ജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിട്ടേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നാളെ സപ്താഹത്തിൽ പങ്കെടുക്കാനായിട്ട് അനുഗ്രഹം കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷം. അതുകൊണ്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ വന്ന് പങ്കെടുത്ത് പോവാറുണ്ട്. ഇപ്പോ എത്ര വർഷം ആയി എന്നറിയോ? വർഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ കൊടിമരം വന്നേക്കുമ്പോ വന്നതാണ് ഞാൻ വന്നതിന് ശേഷം ഇവിടെ കൊടിമരം ഉണ്ടായത്, ആനപ്പന്തൽ ഉണ്ടായത്, കെട്ടിടം ഉണ്ടായത്, അങ്ങനെ എല്ലാ കാരണങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞ അങ്ങോട്ട് എപ്പോഴാണ് പോണേന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ട് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വരില്ല. ഈ സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിക്കണത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടം വരെ എത്തിച്ചേർന്നത്.